ഹലോ, നമ്മളിന്ന് വെണ്ടക്ക വെച്ചിട്ടൊരു തീയൽ ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. എപ്പോഴും നമ്മൾ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു തീയൽ ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തീയൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ ഞാൻ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 7 വെണ്ടയ്ക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ വെണ്ടയ്ക്കാണ് എടുക്കണമെങ്കിൽ നമുക്ക് 3ആയിട്ട് മുറിച്ചെടുക്കാം. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് 2ആയിട്ട് മുറിച്ചെടുത്തിരുന്നാൽ മതിയാവും. പിന്നെ നമ്മളൊരു 8ഓളം ചെറിയ ഉള്ളിയാണ് കേട്ടോ, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട കറിവേപ്പിലയും കൂടി എടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ആദ്യമേ തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത വെണ്ടക്കയുടെ അളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തേങ്ങ എടുത്തിരുന്നാൽ മതിയാവും. അപ്പോൾ ഞാൻ ഒരു കൈപ്പിടിയും പിന്നെ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3ഓളം ചെറിയ ഉള്ളിയാണ് കേട്ടോ, 3ഓ 4ഓ എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വറുക്കണമെങ്കിൽ അങ്ങനെയും വറുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് തേങ്ങയൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1.5 സ്പൂണാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് അരച്ചെടുത്തിരുന്നാലും മതിയാവും, തണുത്തതിന് ശേഷം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വാടി വരണം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് തീ ഒന്ന് മീഡിയത്തിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തീയലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വാളംപുളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ വാളംപുളിയുടെ ജ്യൂസ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, പുളി വേണം എന്നുണ്ടെങ്കിലേ. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതാ അരപ്പങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേസ്റ്റ് കൂടുന്ന പൊടിക്കൈ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരു 1/2 സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ തീയലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലെ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കായത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടുമേ. അപ്പോൾ ഉള്ളിത്തീയലുണ്ടാക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമുക്കൊരു കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പം ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തീയൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ തീയൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും ഒരു 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ച് അങ്ങ് താളിച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തീയൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തീയൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണേ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. വെണ്ടയ്ക്കയൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മെഴുക്ക് പുരട്ടിയും തോരനൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.